അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു ചമ്മന്തിപ്പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചോറിനും അപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാനും വിദേശത്തൊക്കെ കൊടുത്തു വിടാനും പറ്റിയ നല്ല അടിപൊളി ചമ്മന്തിപ്പൊടി എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായി സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടി കട്ടിയുള്ള ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ചട്ടി എടുക്കുമ്പോൾ അടി കട്ടിയുള്ള ചട്ടി നോക്കിയെടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിലും കട്ടിയുള്ളത് നോക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായാൽ അതിലേക്ക് 2 തേങ്ങ ചുരണ്ടെടുത്താണ്. ഒരു മീഡിയം സൈസ് തേങ്ങ കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 2 തേങ്ങ എടുത്തത്. അപ്പോൾ 2 തേങ്ങയുടെ അളവാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഒരു 200 ഗ്രാം ചെറിയ ഉള്ളിയാണ്. ഇത് ചെറുതാക്കി നൈസാക്കിയിട്ട് അരിഞ്ഞെടുത്താൽ കേട്ടോ. അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 20ഓളം വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്താണ് നൈസാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് വാളൻപുളി എടുത്തിട്ടുണ്ട്. ഇത് കുരു കളഞ്ഞ പുളിയാണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കാം. വാളൻപുളിയിൽ ഉപ്പാണ് ഇട്ടത്, അല്ല പൂപ്പലൊന്നുമല്ല. അപ്പോൾ ഇത് കേട് വരാതിരിക്കാൻ വേണ്ടി ഉപ്പിലിട്ട് വെച്ചാണ്. ഇനി ഇത് എല്ലാം പാടെ കൂടിയിട്ട് നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് വറുത്തെടുക്കാം. ചിലർ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോഴേ മല്ലിയൊക്കെ ഇടാറുണ്ട്. പക്ഷെ മല്ലി ഇട്ട് കഴിഞ്ഞാലേ ഈ ചമ്മന്തിപ്പൊടിൻ്റെ രുചി നമുക്ക് ശരിക്കും കിട്ടൂല കേട്ടോ. ആ മല്ലിയുടെ ഒരു ചെറിയ കുത്തൽ വരും. അപ്പോൾ ആ ചമ്മന്തിപ്പൊടിയുടെ രുചി നമുക്ക് ശരിക്കും കിട്ടൂല. ശരിക്ക് ഈ ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ. കൂടുതൽ ഓരോ സാധനങ്ങൾ ഇട്ടിട്ട് നമ്മളതിൻ്റെ ടേസ്റ്റ് കളയരുത്. ഇത്രയും സാധനങ്ങൾ മാത്രം മതി ശരിക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണ്ടേ. നന്നായിട്ടുണ്ട് വറുത്തെടുക്കാം കേട്ടോ. ഇതിൽ പുകയൊന്നും വരാത്ത രീതിയിൽ, കരിഞ്ഞൊന്നും പോകാത്ത രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം. തീയൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതേപോലെ ഇളക്കി കൊണ്ടേ ഇരിക്കണേ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലേ ഗൾഫിലൊക്കെ പോകുന്നവർക്ക് വിദേശത്തേക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ നല്ല സാധനം ഉണ്ടത്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഉണ്ട് വറുത്ത് കിട്ടണം കേട്ടോ. കണ്ടില്ല, മുളകൊക്കെ പൊട്ടി വന്നു കേട്ടോ. കണ്ടോ ഈ രൂപത്തിൽ. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി വറുത്തെടുക്കാണ്ട്. ഇതിലിടാഞ്ഞത് അത് കരിഞ്ഞു പോകുന്നുള്ള ഇതുകൊണ്ടോ. നല്ല ചൂട് തട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില എളുപ്പം കരിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ടാണ് ഇതിലേക്ക് ചേർക്കാത്തത് കേട്ടോ. അത് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് വറുത്തെടുത്താൽ മതി. ഇത് കണ്ടില്ലേ, നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇത് വാങ്ങി വെക്കാം. ഇതിൻ്റെ കറിവേപ്പില ഉണ്ട് വറുത്തെടുക്കാം. പിന്നെ നമ്മൾ വേറെ ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിങ്ങോട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇത് എളുപ്പമാവും, ചൂട് തട്ടിയാൽ തന്നെ എളുപ്പമാവും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി നമ്മളെ കൂട്ടിലേക്കാണ് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈർപ്പൊക്കെ മൊത്തത്തിൽ വറ്റി നല്ല ഉഷാറായിട്ട് മുരുമുരാന്നായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ആയി കിട്ടണം. ഇനി ഇത് നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാത്ത മിക്സിയുടെ ജാർ എത്തുന്നുണ്ട്. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. നല്ല പൊടിയണ ജാറാണ് കേട്ടോ. നമ്മൾ മിക്സിയുടെ ചെറിയ ജാറാവും നല്ല പൊടിഞ്ഞ് കിട്ടുക. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 വട്ടമൊക്കെ ഇട്ടിട്ടുണ്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടുണ്ട് പൊടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ടതേ, ഇത്ര പണിയുള്ളൂ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് വറുത്തെടുക്കാനുള്ള സമയമേ വരുള്ളൂ. നല്ല അടിപൊളി ചമ്മന്തിപ്പൊടി കേട്ടോ. അല്ലോ, വിദേശത്തൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ചമ്മന്തിപ്പൊടി കേട്ടോ. ഈർപ്പം കയറാത്ത കുപ്പിയിലൊക്കെ അടച്ചു വെച്ചാലേ എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളൂ കേട്ടോ. ഇതിനൊരു പാത്രം തേങ്ങയാണ് നമ്മൾ എടുത്തത്. ഏകദേശം ഈ ഒരു പാത്രത്തിന് 3/4 പാത്രത്തോളം നമുക്ക് ചമ്മന്തിപ്പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു വട്ടമെങ്കിലും എല്ലാവരും ചമ്മന്തിപ്പൊടി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.